ഹായ് ഓൾ, വെൽക്കം ടു ലേൺ ഈസി. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PLLനെ കുറിച്ചാണ്. PLL മീൻസ് ഫേസ് ലോക്ക്ഡ് ലൂപ്സ്. അപ്പോൾ ഈ PLL ഒരുപാട് ആപ്ലിക്കേഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ സിസ്റ്റം ആണ്. സോ PLL നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് FM ഡീമോഡുലേറ്റേഴ്സ്, അതുപോലെ തന്നെ FSK ഡീമോഡുലേറ്റേഴ്സ്, അതുപോലുള്ള സർക്യൂട്ട്സിലൊക്കെയാണ് നമ്മൾ ഈ ഒരു കൺട്രോൾ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് PLL നോക്കാം. എ ഫേസ് ലോക്ക്ഡ് ലൂപ്പ്, it is a control system that generates an output signal whose phase is related to the phase of an input signal. അപ്പോൾ ഇതാണ് ഒരു PLLന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കൺട്രോൾ സിസ്റ്റം ദാറ്റ് ജനറേറ്റ്സ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ ഹൂസ് ഫേസ് ഈസ് റിലേറ്റഡ് ടു ദ ഫേസ് ഓഫ് ആൻ ഇൻപുട്ട് സിഗ്നൽ. സോ ഇവിടെ ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫേസ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫേസ് ഓഫ് ആൻ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്? നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നോക്കുവാണെങ്കിൽ, PLLന്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കുവാണെങ്കിൽ, ഇതിനകത്ത് മെയിൻ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഫേസ് ഡിറ്റക്ടർ, ഒരു ഫേസ് ഡിറ്റക്ടർ ബ്ലോക്ക് ഉണ്ട്, ദെൻ ഒരു ലോ പാസ് ഫിൽട്ടർ ഉണ്ട്, ദെൻ ഒരു എറർ ആംപ്ലിഫയർ ഉണ്ട്, ദെൻ ഒരു VCO. നമ്മൾ ഓൾറെഡി പഠിച്ചു VCO എന്താണെന്ന്, വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. അപ്പോൾ ഈ ഒരു VCO യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് നമ്മുടെ ഈ ഒരു PLL എന്ന് പറയുന്ന ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ ഇതിനകത്ത് ഈ VCO നമ്മൾ ഓൾറെഡി പഠിച്ച വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. അപ്പോൾ ഈ ഒരു VCO എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ദാറ്റ് ജനറേറ്റ്സ് എ സെറ്റ് ഓഫ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് നോൺ ആസ് എ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു, അപ്പോൾ അതിൻ്റെ പേരിനകത്ത് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വോൾട്ടേജ് കൺട്രോൾഡ്. അപ്പോൾ ഇതിനൊരു കൺട്രോൾ വോൾട്ടേജ് വെച്ചിട്ടാണ് ഇത് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്നത്. So that control signal is making the operation of the VCO. So ഈ VCO എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആണ്. So that will generate a signal with a free running frequency. So നമ്മൾ അതിനെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി F0 ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ V0 എന്ന് പറയുന്നത് VCOയുടെ ഫ്രീക്വൻസിയാണ്. So and this frequency is determined by, already നമ്മൾ പറഞ്ഞാണ് this frequency, ആ VCOയുടെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പറഞ്ഞതാണ്. So this VCO is determined by the timing capacitor and an external resistor. So അത് വെച്ചിട്ടാണ് ഈ ഒരു VCOയുടെ ആ ഒരു ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്. So this is a voltage controlled oscillator. Then നമുക്കിവിടെ കാണാം, സോ ആ ഒരു VCO ഫ്രീക്വൻസി ഡീവിയേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ വോൾട്ടേജ് ആണ്. അതുകൊണ്ടാണ് അതിനെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം. ദെൻ അടുത്ത് നമുക്ക് കാണാം ഒരു ഫേസ് ഡിറ്റക്ടർ ഉണ്ട്, ലോ പാസ് ഫിൽട്ടർ ഉണ്ട്, എറർ ആംപ്ലിഫയർ ഉണ്ട്. സോ ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ VS ഓഫ് ഫ്രീക്വൻസി FS ഈസ് അപ്ലൈഡ് ടു ദിസ് ഫേസ് ഡിറ്റക്ടർ, അല്ലെങ്കിൽ ഈ ഒരു PLLലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് VS ആണ്, ആ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FS ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. And this input is applied to the PLL. ആ PLL ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് ഡിറ്റക്ടറിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. And this phase detector compares the phase and frequency of the input signal to that of the output of VCO. അപ്പോൾ ഈ ഒരു ഫേസ് ഡിറ്റക്ടർ ഇവിടെ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെയും ഈ VCOയുടെ ഔട്ട്പുട്ടും തമ്മിൽ കമ്പയർ ചെയ്യുവാണ്. So this phase detector will compare the phase and frequency of input signal with that of the VCO output. സോ ഇതാണ് ഫേസ് ഡിറ്റക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഫംഗ്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഫേസ് ഡിറ്റക്ടർ ഇതിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ രണ്ട് സിഗ്നൽ ഫ്രീക്വൻസീസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ FSഉം F0ഉം ആണ്. F0 ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി, FS സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. സോ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ ഒരു ഫ്രീക്വൻസി കമ്പോണൻ്റ് എന്ന് പറയുന്നത് FS പ്ലസ് F0ഉം FS മൈനസ് F0ഉം ആണ്. സോ നമുക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട് ഫേസ് ഡിറ്റക്ടർ, നമ്മളത് ഈ ഒരു ലെക്ചറിൽ തന്നെ അത് പറയും. സോ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് FS പ്ലസ് F0ഉം FS മൈനസ് F0ഉം ആണ്. ഇതിനകത്ത് FS പ്ലസ് F0 എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ്. ദാറ്റ് ഈസ് റിമൂവ്ഡ് ബൈ എ ലോ പാസ് ഫിൽട്ടർ. അപ്പോൾ ഈ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. With the help of this low pass filter we can remove this FS plus F0 component അല്ലെങ്കിൽ high frequency component, and the difference frequency component is amplified by this. So ഈ ഒരു ഡിഫറൻസ് സിഗ്നൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എറർ സിഗ്നൽ എന്ന് പറയുന്നത്. that is amplified with the help of an error amplifier.
സോ ഇതൊരു ഫിൽട്ടറാണ്, ഫിൽട്ടർ ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റിനെയാണ്. ആൻഡ് ദിസ് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ഈസ് അപ്ലൈഡ് ആസ് ദ കൺട്രോൾ വോൾട്ടേജ് ടു ദ വി സി ഒ. അപ്പോൾ ഈ എഫ് എസ് മൈനസ് എഫ് നോട്ട് എന്ന് പറയുന്ന സിഗ്നൽ കമ്പോണൻറ്റ് ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും വി സി യുയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ലൂപ്പിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ദ സിഗ്നൽ വി സി, അതായത് വി സി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ വോൾട്ടേജ് ആണ്. ദിസ് കൺട്രോൾ വോൾട്ടേജ് ഷിഫ്റ്റ് ദ വി സി ഒ ഫ്രീക്വൻസി ഇൻ എ ഡയറക്ഷൻ ടു റെഡ്യൂസ് ദ ഫ്രീക്വൻസി ഡിഫറൻസ് ബിറ്റ്വീൻ എഫ് എസ് ആൻഡ് എഫ് നോട്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഡിഫറൻറ്റ് സിഗ്നൽ നമ്മൾ പറഞ്ഞു, ഈ ഫേസ് ഡിറ്റക്ടർ കമ്പയർ ചെയ്തു, എഫ് എസും എഫ് നോട്ടും കമ്പയർ ചെയ്ത് എഫ് എസ് മൈനസ് എഫ് നോട്ട് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഫ്രീക്വൻസി ഇവിടെ ജനറേറ്റ് ചെയ്യും. ദാറ്റ് വാല്യൂ ഇസ് ദ എറർ വാല്യൂ. അപ്പോൾ ഈ ഒരു കൺട്രോൾ വോൾട്ടേജ് എന്താണ് ചെയ്യുന്നത്? ദിസ് കൺട്രോൾ വോൾട്ടേജ് ഷിഫ്റ്റ് ദ വി സി ഒ ഫ്രീക്വൻസി ഇൻ എ ഡയറക്ഷൻ ടു റെഡ്യൂസ് ദ ഫ്രീക്വൻസി ഡിഫറൻസ് എഫ് എസ് ആൻഡ് എഫ് നോട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൂപ്പ് വീണ്ടും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ മിനിമം ആവുന്ന രീതിയിൽ, അതായത് എഫ് എസ് മൈനസ് എഫ് നോട്ടിൻ്റെ വാല്യൂ കുറയുന്നത് വരെ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് പറയാം ഈ ഒരു കണ്ടീഷനെ, സോ ഓൺ ദിസ് ആക്ഷൻ സ്റ്റാർട്ട് വി ക്യാൻ സേ ദ സിഗ്നൽ ഈസ് ഇൻ ക്യാപ്ചർ റേഞ്ച്. അപ്പോൾ ഇതിനെ നമുക്ക് ക്യാപ്ചർ റേഞ്ച് എന്ന് പറയാം. ഈ എഫ് എസ് മൈനസ് എഫ് നോട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരുന്ന ആ ഒരു കണ്ടീഷനെ നമുക്ക് ക്യാപ്ചർ റേഞ്ച് എന്ന് പറയാം. ഈ ഒരു പി എല്ലിൻ്റെ ക്യാപ്ചർ റേഞ്ച് എന്ന് പറയാം. ആൻഡ് ദ വി സി ഒ കണ്ടിന്യൂസ് ടു ചേഞ്ച് ദ ഫ്രീക്വൻസി ടിൽ ഇറ്റ്സ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് എക്സാക്ട്ലി സെയിം ആസ് ദ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ടിൽ എഫ് എസ് ആൻഡ് എഫ് നോട്ട് ആർ ഈക്വൽ. ഈ ഒരു എഫ് എസും ഈ ഒരു എഫ് നോട്ടും തമ്മിൽ ഈക്വൽ ആവുന്ന കണ്ടീഷൻ വരെ ഈ ഒരു കൺട്രോൾ വോൾട്ടേജ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ എഫ് എസും ഈ എഫ് നോട്ട് ഈക്വൽ ആവുന്നു, അല്ലെങ്കിൽ എഫ് എസ് മൈനസ് എഫ് നോട്ട് 0 ആവുന്ന കണ്ടീഷൻ വരെ, അല്ലെങ്കിൽ എറർ വാല്യൂ 0 ആവുന്നത് വരെ ഈ ഒരു കൺട്രോൾ വോൾട്ടേജ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് ഈ ഒരു ലൂപ്പിൽ നടക്കുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം, ഇനി നമ്മളിപ്പോൾ ഒരു ഓൾറെഡി ക്യാപ്ചർ റേഞ്ച് എന്താണെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ലോക്ക് റേഞ്ച് എന്താണെന്ന് നോക്കാം. ദ വി സി ഒ continues to change frequency till its output frequency is exactly same as the input signal frequency. അതായത് എഫ് എസും എഫ് നോട്ടും നമ്മൾ പറഞ്ഞു ഈക്വൽ ആവുന്ന ആ ഒരു കണ്ടീഷൻ. ഇപ്പോൾ ഈ ഒരു ലൂപ്പ് ഓപ്പറേറ്റ് ചെയ്ത് എഫ് എസും എഫ് നോട്ടും ഈക്വൽ ആവുന്ന ആ ഒരു കണ്ടീഷനെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ലോക്ക്ഡ് കണ്ടീഷൻ, PLL എന്ന് പറയുന്നത് ലോക്ക്ഡ് സ്റ്റേറ്റിൽ വരുവാണ്. അതിന് മുമ്പ് ഇങ്ങനെ ഇത് കുറയുന്ന ആ ഒരു കണ്ടീഷനെയാണ് ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്നത്. whenever fs and f naught are equal, then the circuit is said to be locked. ഈ കണ്ടീഷനെ നമുക്ക് ഇപ്പോൾ ഞാൻ ലോക്ക്ഡ് കണ്ടീഷനും പറഞ്ഞു, ക്യാപ്ചർ കണ്ടീഷനും പറഞ്ഞു. ക്യാപ്ചർ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ഒരു ഫേസ് ഡിറ്റക്ടർ ഇവിടെ കമ്പയർ ചെയ്യുന്നു, ഒരു ഡിഫറെൻറ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു, ആ ഒരു ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ട് ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റിനെ റിമൂവ് ചെയ്ത് ഈ ഡിഫറെൻറ്റ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും, അത് വീണ്ടും വി സിയിലേക്ക് കൊടുക്കും. ആൻഡ് ദിസ് വി സി ടെൻസ് ടു റെഡ്യൂസ് ദിസ് എറർ വാല്യൂ. എഫ് എസ് മൈനസ് എഫ് നോട്ട് കുറയുന്നത് വരെ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് നമ്മൾ ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്നത്. വൺസ് എഫ് എസ് ആൻഡ് എഫ് നോട്ട് ആർ ഈക്വൽ, അല്ലെങ്കിൽ എഫ് എസ് മൈനസ് എഫ് നോട്ട് ഈക്വൽ ടു 0, നമുക്ക് പറയാം ആ കണ്ടീഷനെ നമുക്ക് ലോക്ക്ഡ് കണ്ടീഷൻ എന്ന് പറയും. അതുപോലെ തന്നെ വൺസ് ലോക്ക്ഡ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എഫ് നോട്ട് ഓഫ് വി സി ഒ ഈസ് ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ഓഫ് എഫ് എസ്. എഫ് നോട്ടും എഫ് എസും ഈക്വൽ ആണ്, ആ കണ്ടീഷനാണ് ലോക്ക് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഫോർ എ ഫൈനൈറ്റ് ഫേസ് ഡിഫറൻസ് 5. സോ അവിടെ ഒരു ചെറിയൊരു ഫ്രീക്വൻസീസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും, പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് ദിസ് ഫേസ് ഡിഫറൻസ് ജനറേറ്റ്സ് എ കറക്റ്റീവ് കൺട്രോൾ വോൾട്ടേജ് വി സി ടു ഷിഫ്റ്റ് ദ വി സി ഒ ഫ്രീക്വൻസി ഫ്രം എഫ് നോട്ട് ടു എഫ് എസ്, thereby maintaining the lock. So once locked, the PLL tracks the frequency changes of the input signal. So നമുക്ക് ക്യാപ്ചർ റേഞ്ചും അതുപോലെ തന്നെ ലോക്ക് റേഞ്ചും, ആ ലോക്ക് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മൾ പറഞ്ഞു. ഇവിടെ എഫ് എസ് എഫ് നോട്ട് ഈക്വൽ ആവുന്ന സമയത്തും ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, അതാണ്. ആൻഡ് ദാറ്റ് ഫേസ് ഡിഫറൻസ് ഈസ് ദാറ്റ് ജനറേറ്റ്സ് എ കറക്റ്റീവ് കൺട്രോൾ വോൾട്ടേജ് വി സി. സോ ഇതാണ് ഒരു PLLൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ PLL ഡെഫിനിഷൻ പറഞ്ഞു, ദെൻ വി സി ഒ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്തു, ദെൻ ഫേസ് ഡിറ്റക്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഫേസ് ഡിറ്റക്ടർ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്, ആ ഡിഫറൻറ്റ് സിഗ്നലിനെ നമ്മൾ എറർ വോൾട്ടേജ് എന്ന് പറയും.
അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൾട്ടിപ്ലെയർ ആണ് ശരിക്കും. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ ആ ഒരു ലോക്ക് റേഞ്ച് ആൻഡ് ക്യാപ്ചർ റേഞ്ച്. സോ ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ക്യാപ്ചർ റേഞ്ച് കണ്ടീഷൻ ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ലോക്ക്ഡ് കണ്ടീഷൻ. സോ ഇതാണ് ഈ ഒരു PLLൻ്റെ ഒരു ജനറൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ PLL ഗോസ് ത്രൂ 3 സ്റ്റേജസ്. അതായത് ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി എന്താണ്, നമ്മൾ VCO ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ് F0 എന്ന് പറയുന്നത്. ആ ഒരു മോഡിനെ നമ്മൾ ഫ്രീ റണ്ണിങ് മോഡ് എന്ന് പറയും. ദെൻ ക്യാപ്ചർ മോഡ് എന്ന് പറയുന്നത് FS മൈനസ് F0 ഈക്വൽ ടു 0 അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു റേഞ്ച്, അതിനെയാണ് ക്യാപ്ചർ റേഞ്ച്. ലോക്ക്ഡ് എന്ന് പറയുന്നത് FS ഈക്വൽ ടു F0, ആ ഒരു കണ്ടീഷനെയാണ്. സോ നമുക്ക് പറയാം 3 കണ്ടീഷൻസ് ഉണ്ട്: ലോക്ക് ഇൻ റേഞ്ച്, ക്യാപ്ചർ റേഞ്ച്, ദെൻ അടുത്തത് പുള്ളിങ് ടൈം. അപ്പോൾ 3 ഡെഫിനിഷൻസ് ആണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള 3 ഡെഫിനിഷൻ. വാട്ട് ഈസ് ലോക്ക് ഇൻ റേഞ്ച്? സോ വൺസ് PLL ഈസ് ലോക്ക്ഡ്, it can track frequency changes in the incoming signals. The range of frequencies over which the PLL can maintain lock with the incoming signal is called lock range. അപ്പം the range of frequency over which the PLL can maintain lock, അതിനെയാണ് നമ്മൾ ലോക്ക് ഇൻ റേഞ്ച് എന്ന് പറയുന്നത്. Then capture range എന്ന് പറയുന്നത് the range of frequencies over which the PLL can acquire lock with the input signal, that is known as capture range. So capture range is expressed in percentage of F0. അതുപോലെ തന്നെ ലോക്ക് റേഞ്ചും that is expressed in percentage of F0. സോ അങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ലോക്ക് ഇൻ റേഞ്ചും ക്യാപ്ചർ റേഞ്ചും ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ പുള്ളിങ് ടൈം, ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ PLL ടു എസ്റ്റാബ്ലിഷ് ലോക്ക്, അതിനെ ആ ഒരു ടൈമിനെയാണ് നമ്മൾ പുള്ളിങ് ടൈം എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്യാപ്ചർ റേഞ്ചും ലോക്ക് റേഞ്ചും ആണ് നമ്മൾ പറഞ്ഞത്. സോ ഫസ്റ്റ് വൺ ഈസ് ക്യാപ്ചർ റേഞ്ച്. ആ ലോക്ക് അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു റേഞ്ച്, അതിനെയാണ് ദാറ്റ് റേഞ്ച് ഈസ് നോൺ ആസ് ക്യാപ്ചർ റേഞ്ച്. അപ്പോൾ ലോക്ക് റേഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്. സോ അതൊന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. സോ ലെറ്റ് VCO ഈസ് ലോക്ക്ഡ് ടു ഇൻപുട്ട് ഫ്രീക്വൻസി F. ഇപ്പോൾ നമുക്കറിയാം F0 ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയാണ്. സോ നമ്മൾ പറയുവാണ് VCO ഈസ് ലോക്ക്ഡ്, ആ ഒരു PLLൻ്റെ ലോക്ക്ഡ് കണ്ടീഷൻ ഈസ് അച്ചീവിങ് അറ്റ് ആൻ ഇൻപുട്ട് ഫ്രീക്വൻസി F. അപ്പോൾ ഈ F എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് VCO ലോക്ക്ഡ് ആയത്. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. If input frequency F changes, then VCO will follow that frequency provided the input frequency is within the lock range. അപ്പം ഈ ഒരു F ചേഞ്ച് ചെയ്യുവാണ്. If the input frequency F changes, the VCO will follow the frequency. So VCO അല്ലെങ്കിൽ ആ F0 എന്ന് പറയുന്ന frequency, that will follow the frequency provided the input frequency is within the lock range. ഈ ഒരു വാല്യൂ ഇവിടെ വരെ അതിന് മൂവ് ചെയ്യാം. ഈ ഒരു ക്യാപ്ചർ റേഞ്ചിൽ വരെ അതിന് മൂവ് ചെയ്യാം. അപ്പോൾ ഇതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി F ഗോസ് ഔട്ട് ഓഫ് ദ ലോക്ക് റേഞ്ച്, ദെൻ ദ VCO സ്റ്റാർട്ട്സ് റണ്ണിങ് അറ്റ് ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി F0. സോ ഈ ഒരു വാല്യൂ ഇൻപുട്ട് ഫ്രീക്വൻസി നമ്മളത് Fൽ ലോക്ക് ചെയ്തേക്കുവാണ് പറഞ്ഞേക്കുന്നത്. സോ ഇഫ് ഇറ്റ് ഗോസ് ബിലോ ദ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോ ഔട്ട് ഓഫ് ദ ലോക്ക് റേഞ്ച്, ദെൻ ദ VCO വിൽ സ്റ്റാർട്ട് റണ്ണിങ് അറ്റ് ദ ഫ്രീക്വൻസി F0. അപ്പോൾ ഇതാണ് ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്, ലോക്ക് റേഞ്ചിൻ്റെ കണ്ടീഷൻ. സോ നമ്മൾ ഓൾറെഡി ക്യാപ്ചർ റേഞ്ചും ലോക്ക് റേഞ്ചും ഇവിടെ ഡിഫൈൻ ചെയ്തിരുന്നു. ലോക്ക് റേഞ്ച് എന്താണ്, ക്യാപ്ചർ റേഞ്ച് എന്താണെന്നുള്ളത്. ദെൻ നമുക്കിനി ഓരോ ബ്ലോക്കുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ് ഡിറ്റക്ടർ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫേസ് ഡിറ്റക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്, ഒരു മൾട്ടിപ്ലെയർ ആണ് നമ്മൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അതിനൊരു മൾട്ടിപ്ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമുക്ക് അത് നോക്കാം. അപ്പം let alpha and beta are the phases of two signals. അപ്പോൾ ആൽഫയും ബീറ്റയാണ് നമ്മൾ എടുത്തേക്കുന്ന 2 സിഗ്നൽസിൻ്റെയും ഫേസ് നമ്മളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്, ആൽഫയും ബീറ്റയും. അപ്പോൾ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും, ആൽഫ മൈനസ് ബീറ്റ. അപ്പം ആൽഫയും ബീറ്റയും ഫേസസ് ആണ്. സോ ഫേസ് ഡിഫറൻസ് ഈസ് ആൽഫ മൈനസ് ബീറ്റ. ഇപ്പോൾ ആൽഫയും ബീറ്റയും വെരി സ്മോൾ വാല്യൂ ആണെങ്കിൽ നമുക്കിതിനെ അപ്രോക്സിമേറ്റ്ലി സൈൻ ആൽഫ മൈനസ് ബീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ, ആ രീതിയിൽ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് സൈൻ ഓഫ് എ പ്ലസ് ബി എഴുതാം. ദാറ്റ് ഈസ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സോ ആ രീതിയിൽ 2 എക്സ്പ്രഷൻസ് സൈൻ എ ആൽഫ മൈനസ് ബിയും ആൽഫ പ്ലസ് ബി എഴുതാം. അത് വെച്ചിട്ട് നമുക്ക് സൈൻ ആൽഫ അല്ലെങ്കിൽ സൈൻ എ കോസ് ബി എന്നൊരു ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1/2 സൈൻ എ മൈനസ് ബി പ്ലസ് സൈൻ എ പ്ലസ് ബി. സോ ഈ ഒരു എക്സ്പ്രഷൻ സൈൻ ആൽഫ കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം.
അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് ടു സിഗ്നൽസ്, ഇപ്പോൾ രണ്ട് സിഗ്നൽസിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1/2 ടൈംസ് സൈൻ ആൽഫ മൈനസ് ബീറ്റ പ്ലസ് സൈൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. ഇതൊരു ഹൈ ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ്. സോ ദാറ്റ് കമ്പോണൻറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ എ ലോ പാസ് ഫിൽട്ടർ. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പോണൻ്റ് ആണ് വേണ്ടത്. സൈൻ ആൽഫ മൈനസ് ബീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ. അപ്പോൾ അതുകൊണ്ടാണ് ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ദ ടു സിഗ്നൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു മൾട്ടിപ്ലയർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സിഗ്നൽ 1 വിത്ത് ഫ്രീക്വൻസി F1 ആൻഡ് സിഗ്നൽ 2 വിത്ത് ഫ്രീക്വൻസി F2 നമ്മളൊരു മൾട്ടിപ്ലയർ യൂസ് ചെയ്തിട്ടാണ് ഫേസ് ഡിറ്റക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഫേസ് ഡിറ്റക്ടർ, ഇറ്റ് ഈസ് എ മൾട്ടിപ്ലയർ. അപ്പോൾ ഇതൊരു മൾട്ടിപ്ലയർ ആണ്. അത് ഈ ഒരു റീസൺ കൊണ്ടാണ്. സോ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി F1 പ്ലസ് F2, F1 മൈനസ് F2 ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി. F1 മൈനസ് F2, F1 പ്ലസ് F2. അതിൽ F1 പ്ലസ് F2നെ നമ്മൾ ലോ പാസ് ഫിൽട്ടർ വെച്ച് എലിമിനേറ്റ് ചെയ്ത് ഇവിടെ F1 മൈനസ് F2 മാത്രമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഫേസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഒരു ലോ പാസ് ഫിൽട്ടറിലേക്കാണ്. സോ ഇതാണ് ഫേസ് ഡിറ്റക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ നമ്മളിനി ഫേസ് ഡിറ്റക്ടറായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ്. ഒരു എക്സോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഫേസ് ഡിറ്റക്ടർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എഡ്ജ് ട്രിഗേർഡ് ഫേസ് ഡിറ്റക്ടർ യൂസിങ് CD4001, അതായത് 2 ഇൻപുട്ട് നോർ ഗേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഫേസ് ഡിറ്റക്ടർ യൂസ് ചെയ്യാം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇൻപുട്ട് 1 നമ്മുടെ FS സിഗ്നൽ ഫ്രീക്വൻസിയും F0 എന്ന് പറയുന്നത് ഇൻപുട്ട് 2 ആയിട്ട്, അതായത് VCയുടെ ഫ്രീക്വൻസി. ദെൻ ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ട് 1 FS, ഇത് F0 ആണ്. ഇവിടെ നമ്മുടെ ഫ്രീക്വൻസീസ് സെയിം ആണ്, പക്ഷേ ഫേസ് ഡിഫറൻസ് ഉണ്ട്. രണ്ട് സിഗ്നൽ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഫ്രീക്വൻസി സെയിം ആണ്. FS F0 ഫ്രീക്വൻസി സെയിം ആണ്. അത് വെച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. സോ ആ ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എക്സോറിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ടാണ്. സോ എക്സോർഡ് വാല്യൂ ഹൈ ആവുന്നത് എപ്പോഴാണ്? ഔട്ട്പുട്ട് ഓഫ് എക്സോർ ഗേറ്റ് ഈസ് ഹൈ വെൻ വൺ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ FS ഓർ F0 ഈസ് ഹൈ. സോ എയ്തർ FS അല്ലെങ്കിൽ F0 ഈ വാല്യൂ ഹൈ ആവുന്ന സമയത്താണ് ഇവിടെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. കണ്ടോ, ഇവിടെ ലോയും ഇവിടെ ഹൈയും. അപ്പോൾ ഇവിടെ ഹൈ ആവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്താണ് നമ്മുടെ എക്സോറിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഡിറ്റക്ടർ ഈസ് യൂസ്ഡ് വെൻ ബോത്ത് സിഗ്നൽ വേവ്സ് ആർ സ്ക്വയർ വേവ്സ്. സോ സ്ക്വയർ വേവ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിറ്റക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഈസ് ഔട്ട് ഫോർ FS ഇസ് ഈക്വൽ ടു F4. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി സെയിം ആണ്, ഫേസ് ഡിഫറൻസ് ഉണ്ട്, അത് വെച്ചിട്ടുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് 1-2 പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജും ഫേസ് ഡിഫറൻസുമായിട്ട് നമ്മൾ ആ ഒരു ക്യാര വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു വാല്യൂ, ദ മാക്സിമം DC ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത് വെൻ ദ ഫേസ് ഡിഫറൻസ് ഈസ് 5 ആവുന്ന സമയത്താണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്, അതായത് VCC അല്ലെങ്കിൽ ആ ഒരു പ്ലസ് V വാല്യൂ കിട്ടുന്നത് നമുക്ക് അറ്റ് പൈയിലാണ്. പൈ 180 ഡിഗ്രിയിലാണ് മാക്സിമം ഫേസ് ഡിഫറൻസ് കിട്ടുന്നത്. π/2 അതിൻ്റെ പകുതി ആയിരിക്കും. ഇതാണ്. സോ ഇവിടെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് അല്ലെങ്കിൽ കൺവേർഷൻ ഗെയിൻ K5. സോ ഇതിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ് സ്ലോപ്പ്. ഈ ഒരു വാല്യൂ എടുത്താൽ മതി ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട്. സോ സ്ലോപ്പ് എന്ത് വരും? ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് VCC ആണ്. സോ VCC ബൈ പൈ. VCC നമ്മൾ നോർമലി 5 ആണ് എടുക്കുന്നത്. സോ 5/π ദാറ്റ് ഈസ് 1.59 വോൾട്ട് പെർ റേഡിയൻസ്. ഇതാണ് നമ്മൾ ഈ ഒരു ഫേസ് ഡിറ്റക്ടറിൻ്റെ കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു അനദർ ടൈപ്പ് ഓഫ് ഫേസ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ് എഡ്ജ് ട്രിഗേർഡ് ഫേസ് ഡിറ്റക്ടർ ആണ്. അതിവിടെ കാണാം. FS ഇതാണ്, F0 ഇതാണ്. അപ്പോൾ ആ ഒരു ലീഡിങ് എഡ്ജിലാണ് ഈ വാല്യൂ ഔട്ട്പുട്ട് ട്രാൻസിഷൻ നടക്കുന്നത്. സോ ലോ ടു ഹൈ, ദെൻ ഇവിടെ ഹൈ ടു ലോ, ദെൻ അഗെയിൻ ചേഞ്ചസ് വരുന്നത്. ഇതനുസരിച്ചാണ് ഈ ഒരു 2 ഇൻപുട്ട് നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് എഡ്ജ് ട്രിഗേർഡ് ഫേസ് ഡിറ്റക്ടർ. അപ്പോൾ ഇതുപോലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൺവേർഷൻ എഫിഷ്യൻസിക്ക് അത് ഡിഫറൻസ് ഉണ്ട്. കാരണം VCC ഒരു മാക്സിമം വാല്യൂ കിട്ടുന്നത് 2πയിലാണ്. നേരത്തെ പൈയിലാണ്, ഇവിടെ 2πയിലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ കൺവേർഷൻ എഫിഷ്യൻസി മാറും. K5 എന്ന് പറയുന്നത് VCC/2π ആവും. സോ അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ദിസ് സർക്യൂട്ട് ഈസ് യൂസ്ഫുൾ വെൻ FS ആൻഡ് F0 ആർ ബോത്ത് പൾസ് വേവ് ഫോം. നേരത്തെ നമ്മൾ സ്ക്വയർ വേവ് ഫോംസ് ആണ് പറഞ്ഞത്. പൾസ് വേവ് ഫോംസ് വിത്ത് ഡ്യൂട്ടി സൈക്കിൾ ലെസ് ദാൻ 50%. അതാണ് ഇതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ ദിസ് സർക്യൂട്ട് ഹാസ് ബെറ്റർ ക്യാപ്ചർ റേഞ്ച് ആൻഡ് ലോക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ദ
ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ലീനിയർ അപ് ടു 360 ഡിഗ്രി. സോ ഇതുവരെ 360 ഡിഗ്രി ആയതുകൊണ്ട് ദിസ് ഹാസ് ബെറ്റർ ക്യാപ്ചർ റേഞ്ച് ആൻഡ് ലോക്കിംഗ് റേഞ്ച് ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ കൺവേർഷൻ എഫിഷ്യൻസി നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഡിഫറൻസ് വെച്ചിട്ടാണ് അത് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത ബ്ലോക്ക്, നമ്മുടെ PLLൻ്റെ അടുത്ത ബ്ലോക്ക് ഫേസ് ഡിറ്റക്ടർ കഴിഞ്ഞാൽ ദെൻ VCO ഉണ്ട്. സോ VCO എന്താണെന്ന് നോക്കാം. VCO നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് VCO. സോ VCO എന്താണ്? ഇറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. സോ ഇവിടെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ വോൾട്ടേജ് വെച്ചിട്ടാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഇവിടെ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഒരു IC ഉണ്ട് VCO ആയിട്ട്. അത് 566 IC ആണ്. സോ LM566 അല്ലെങ്കിൽ SC566 ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺലി യൂസ്ഡ് VCO IC എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിൻ ഡയഗ്രം ആണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണത്. 5 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മോഡുലേഷൻ ഇൻപുട്ട് അല്ലെങ്കിൽ ആ കൺട്രോളിങ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രവും നമുക്കിങ്ങനെ കാണാം. ഇവിടെ ബഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, A1 A3. ദെൻ ഷ്മിറ്റ് ട്രിഗേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ സ്ക്വയർ വേവ് ആയിട്ട് കിട്ടുന്നത്. ദെൻ ഇവിടെ ഈ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് വാല്യൂ ആണ്, ചാർജിങ് ഡിസ്ചാർജിങ് വാല്യൂ ആണ് ഇവിടുത്തെ ട്രയാങ്കുലർ വേവ് ആയിട്ട് ബഫറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്നത്. ഈ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് വാല്യൂ ആണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ രണ്ട് വേവ്സും കിട്ടും. സോ ഈ കപ്പാസിറ്ററിനെ ചാർജിങ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് വെച്ചിട്ടാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഈ കാര്യം. So the Schmitt-Trigger circuit is used to switch the current source between charging and discharging capacitor. അപ്പോൾ ഈ ഒരു ചാർജിങ് ഡിസ്ചാർജിങ് കപ്പാസിറ്റർ വെച്ചിട്ടാണ് ആ ഒരു ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദിസ് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്. ദെൻ ദ വോൾട്ടേജ് VC is applied to the modulation input. സോ ഇതാണ് 5 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് modulation input. That is the control voltage, modulation input. Then the capacitor C1 is linearly charged or discharged by the constant current source. നമ്മൾ പറഞ്ഞ പോലെ തന്നെ the charging current can be controlled by controlling the voltage VC at pin 5. സോ ആ ഒരു മോഡുലേഷൻ ഇൻപുട്ട് വെച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. Then the charging and discharging levels are determined by the Schmitt trigger. Schmitt triggerൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ആ ഒരു ചാർജിങ് ഡിസ്ചാർജിങ് വാല്യൂവിനെ വെച്ചിട്ടാണ് ആ ഒരു Schmitt trigger ഓപ്പറേറ്റ് ചെയ്യുന്നത്. That will generate a square wave. So ദെൻ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് Schmitt ട്രിഗറിൻ്റെ ആ ഒരു സ്വിങ് പറയുന്നത് +V തൊട്ട് 0.5 V വരെയാണ്. അതുപോലെ ഈ RA ആൻഡ് RB ആർ ഈക്വൽ. അവിടെ യൂസ് ചെയ്തേക്കുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് ആംപ്ലിഫയറിന്, അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്തേക്കുന്ന RA RB എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ സ്വിങ് ബിറ്റ്വീൻ 0.5 ഇൻറ്റു +V ടു 0.25 ഇൻറ്റു +V അച്ചീവ് ചെയ്യാം. ദെൻ ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. C1 വോൾട്ടേജ് അതിൻ്റെ ലിമിറ്റ് പറയുന്നത് +0.5 V. ദ Schmitt trigger ഔട്ട്പുട്ട് ഗോസ് ലോ ആൻഡ് ദ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ഡിസ്ചാർജിങ്. സോ അത് ആ വേവ് ഫോംസിനെ കുറിച്ചാണ്, അതിൻ്റെ ലിമിറ്റ് എവിടെ വരെയാണ് അതിൻ്റെ സ്വിങ് പോകുന്നത്, അതൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ ഈ ഒരു VCOയുടെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷനോട് അറിഞ്ഞിരിക്കണം. F0 = 2/R1 C1 ഇൻറ്റു V പ്ലസ് മൈനസ് VC/V പ്ലസ്. V പ്ലസ് മീൻസ് നമ്മുടെ VCC, നമ്മൾ കൊടുക്കുന്ന ആ VCC ആണ് V പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുനിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. VCO ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സോ ഇതാണ് ഇതിൻ്റെ വേവ് ഫോംസ്. ഈ ഒരു ലിമിറ്റിംഗ് വാല്യൂ അറിഞ്ഞിരിക്കണം. +0.5 ടു +V. ഇത് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ്, 3യിലുള്ള ഔട്ട്പുട്ടാണിത്. അതിന് മുമ്പുള്ള Schmitt triggerൻ്റെ ഔട്ട്പുട്ടാണ് ഈ സ്ക്വയർ വേവ്. സോ +V തൊട്ട് +0.5. ദെൻ ഈ കപ്പാസിറ്ററിൻ്റെ സ്വിങ് ചാർജിങ് ലിമിറ്റും അറിയണം. സോ ഇത്രയാണ് VCOയെ കുറിച്ച് പഠിക്കേണ്ടത്. ദെൻ നമുക്ക് ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. ലോ പാസ് ഫിൽറ്ററായിട്ട് നമുക്ക് പാസീവ് ഫിൽറ്റേഴ്സും ആക്റ്റീവ് ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാം. സോ ഇതാണ് പാസീവ് ഫിൽറ്റേഴ്സ്. ദെൻ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ഓപ്പ് ആംപ് വെച്ചിട്ടുള്ള സർക്യൂട്ട്. സോ ദിസ് ഇസ് ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്റർ നമ്മൾ ആ ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് റിമൂവ്സ് ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ്സ് ആൻഡ് നോയ്സ് ആൻഡ് ഇറ്റ് കൺട്രോൾസ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ക്യാപ്ചർ റേഞ്ച്, ലോക്ക് റേഞ്ച്, ബാൻഡ് വിഡ്ത്ത് എക്സെട്ര. ആൻഡ് അതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഈ ഫിൽറ്ററിൻ്റെ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ റെസ്പോൺസ് ടൈം ഇൻക്രീസ് ചെയ്യും. സോ റെഡ്യൂസിങ് ദ ഫിൽറ്റർ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസസ് ദ ക്യാപ്ചർ റേഞ്ച്. ഇതൊക്കെയാണ് ആ ഫിൽറ്ററിൻ്റെ ബാൻഡ് വിഡ്ത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസസ്. ദെൻ ദ ചാർജ് ഓൺ ദ ഫിൽറ്റർ കപ്പാസിറ്റർ ഗീവ്സ് എ ഷോർട്ട് ടൈം മെമ്മറി ഫോർ ദ PLL. സോ ഇതൊക്കെയാണ് ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു ഫേസ് ഡിറ്റക്ടർ, അതുപോലെ തന്നെ VCO, ലോ പാസ് ഫിൽറ്റർ,
അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. PLL ബ്ലോക്ക് ഡയഗ്രം അറിഞ്ഞിരിക്കണം. ദെൻ നമുക്കിനി അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ദെൻ ക്യാപ്ചർ റേഞ്ചിൻ്റെയും ലോക്ക് റേഞ്ചിൻ്റെയും ഡെറിവേഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ അടുത്ത ലെക്ചേഴ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.